ഇപ്പോ ഒരേ ഒരാളെ എന്റെ മനസ്സിലുള്ളൂ. അതാരാ? ആ അതാരാണെന്ന് അറിയണോ? അത് അത് എക്സ്ക്യൂസ് മീ, മേ കം ഇൻ? യെസ്. എന്താ സർ, ഇന്ന് എത്ര മണിക്കാണ് മീറ്റിംഗ് പ്ലാൻ ചെയ്യേണ്ടത്? സാറിന്റെ സൗകര്യം പറഞ്ഞ. എനിക്കിന്ന് സൗകര്യമില്ല. സർ, അത് സച്ചേട്ടാ എന്ത് കാണിക്കും? അതല്ല, എനിക്കിന്ന് ടൈമില്ലെന്ന് പറയായിരുന്നു. നാളെ രാവിലെ വെച്ചോളൂ. ശരി സർ. ഹായ് അർച്ചന മാം. ആ മൂടങ്ങ് പോയി. താൻ വാ, ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതേ കൈനോട്ടക്കാരാ, ഇത് വല്ല നടക്കൂ? നടക്കും. ഒരു 95 വയസ്സ് വരെ നടക്കും. അത് കഴിഞ്ഞ് കിടക്കും. ഭർത്താവിന്റെ പരിചരണത്തിൽ സന്തുഷ്ടയായി 100 കിടക്കും. 100? അത് ഇത്തിരി കൂടുതലല്ലേ? കൈനോട്ട ശാസ്ത്രമാണ് കുട്ടി, അത് കള്ളം പറയില്ല. ആയിക്കോട്ടെ. രഹസ്യ വിവാഹമാണ് രേഖയിൽ തെളിയുന്നത്. നിഷ്കളങ്കനും സ്നേഹസമ്പന്നനും ഭാര്യയെ പൊന്നുപോലെ നോക്കാൻ കഴിവുള്ളവനുമായ സുന്ദര കുട്ടപ്പനായ നല്ല സ്വഭാവത്തിനുടമയായ ഒരു സൂപ്പർ പയ്യൻ ജീവിതത്തിലേക്ക് കടന്നു വരും. അയ്യോ, അയാൾ പോയോ ആവോ? ആര്? ആ അജയനെ, അജയ് ഘോഷ്. അയാളുടെ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞത്? ഓ, ഇനി ഇതിലൊന്നും പറയാനില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. ഒന്നുകൂടൊന്ന് വ്യക്തമായിട്ട് നോ. ഇനി ഈ മുഖം നോക്കി ഞാൻ ലക്ഷണം പറയാം. ഇനിയും ഈ ഭവനത്തിൽ ഇരിക്കുന്നത് ഭാര്യാഗ്രഹത്തിലെ ആരെങ്കിലും കണ്ടുകൊണ്ട് വരുന്ന പക്ഷം തടി കേടാവുകയും എല്ലുകൾ നുറുങ്ങുകയും ഇറച്ചിയിൽ മണ്ണ് പറ്റുകയും ചെയ്യും. ആയതിനാൽ എത്രയും പെട്ടെന്ന് ഗൃഹത്തിൽ നിന്ന് ഇറങ്ങേണ്ട തീരുമാനം എടുക്കുക. വാ, എഴുന്നേറ്റ് വാ, അവരൊക്കെ വരാനുള്ള സമയമായി. പോ പോ പോ. ഞാനേ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാം. സന്ദീപേ, ഇനി കളി കാര്യാവേ. തന്നെ ഞാനൊന്ന് ശരിക്ക് കണ്ടോട്ടടോ. തന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല എനിക്ക്. അജയൻ എന്ന് പറയുന്നവൻ ഇവിടെ നടന്നതൊക്കെ മറ്റാരോടെങ്കിലും പറയൂ ആവോ? അവനെന്റെ പെണ്ണിനോട് കാണിച്ച തെണ്ടിത്തരത്തിന് അവന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ വേണ്ടത്. ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടത്. ഇനി എന്തായാലും അവന്റെ ശല്യം ഉണ്ടാവില്ല തനിക്ക്. സന്ദീപ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈശ്വര, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എന്താലോചിക്കാൻ? ഇനി ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടായാൽ താൻ ഭയപ്പെടരുത്. കയ്യിൽ എന്താണോ കിട്ടുന്നത് അതെടുത്ത് പ്രയോഗിക്കുക, അത്ര തന്നെ. അവന്റെ കയ്യിൽ വല്ല ആയുധം ഉണ്ടാവുമെന്ന് ഞാനൊന്ന് ഭയന്നു. പറയാൻ പറ്റില്ലല്ലോ. ഞാൻ മരിച്ചുപോയ ഇയാൾക്ക് പിന്നെ തനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനുണ്ട്. മറ്റാർക്കും അറിയില്ലെങ്കിലും തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ് ഞാൻ. അപ്പോൾ തൻ്റെ സംരക്ഷണം എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. എന്ത് വന്നാലും ഞാനുണ്ട്, എന്നും എപ്പോഴും.
അയ്യോ, വന്നേ അനൂപേട്ടന, വാ ഇവിടെ നിക്ക്. ആതിരേ, ആ ആതിരേ. ദാ വരുന്നു. ആ, അവരാരും വന്നില്ലേ? ഇല്ല. നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക്. ആ. വാ, വന്നേ. വാ. വാ വാ വാ. ആതിരേ, നീ എന്താ ഇങ്ങനെ നോക്കുന്നു? വെള്ളം എവിടെ? ഇപ്പൊ കൊണ്ടുവരാ. അല്ല, ഇന്നത്തെ പത്രം എവിടെ? അത് അച്ഛന്റെ മുറി കാണും. ഇതിലൂടെ ഫ്രണ്ടിലേക്ക് പോവാം. അതിന് ആതിരേ, എന്താടി? എന്താ അത് ഈ മിക്സിയുടെ പ്ലഗ് എടുത്ത് കുത്തിയപ്പോ ഷോക്ക് അടിച്ചു. വെള്ളം എടുക്കാൻ വന്ന നീ എന്തിനാടി ഇപ്പൊ അതീ പോയി പിടിച്ച്? ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ആതിരേ. സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇത് കുത്താനൊന്നും നിൽക്കരുത്. ഇതിൽ കുത്തിയതിന് ശേഷമാണ് സ്വിച്ച് ഓൺ ചെയ്യാൻ. മനസ്സിലായ? നോക്കിയും കണ്ടു വേണം ഓരോന്ന് ചെയ്യാൻ. ആ, ഇനി വേണേട്ടാ. പത്രത്തിൽ എന്താ വാർത്ത? വീട്ടിൽ കയറിയ കള്ളനെ തലക്കടിച്ചു കൊന്നു. വയനാട് പട്ടാപകൽ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലെ പിടിവലിയിൽ ഗൃഹനാഥന്റെ അടിയേറ്റ് യുവാവ് കൊല്ലപ്പെട്ടു. ഇവനെയൊക്കെ കൊല്ലുകയല്ല വേണ്ടത്. നീ കേട്ടല്ലോ, ഇവിടെ കഥയെല്ലാം തുറന്നിട്ടുണ്ടോ? ശ്രദ്ധയില്ലാതെ നടക്കരുത്, കള്ളന്മാരൊക്കെ കയറി വരും. ആ, നല്ല പോലെ കിട്ടിയിട്ടുണ്ടല്ലോ. കിട്ടിയോന്നോ? വളരെ കുറച്ചു നേരം മാത്രമേ ഞാൻ തറയിൽ നിന്നുള്ളൂ. ബാക്കി സമയം മുഴുവൻ ഞാൻ തറയിൽ കിടക്കുമായിരുന്നു. നിന്നോട് ആരാ ഇപ്പൊ അങ്ങോട്ട് എഴുന്നോളാൻ പറഞ്ഞേ?
മാഡം അല്ലേ പറഞ്ഞേ എപ്പോഴും അവളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവണമെന്ന്. എന്നും പറഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങോട്ട് ഓടിച്ചെല്ലണമായിരുന്നോ? ഉഫ്, ഇതോടെ എല്ലാം കൊളവായ ലക്ഷണം. നീ അവിടെ പോയത് ശരി, നീ എന്തിനാ അവളുടെ മുറിയിലേക്ക് ചാടിക്കയറിയത്? അത് അവളോട് ഒറ്റയ്ക്കുള്ളെന്ന് കരുതിയല്ലേ പോയത്. എന്നിട്ട് ആദ്യത്തെ ചവിട്ടിയപ്പോഴല്ലേ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലായത്. എടാ മണ്ട, ഓ നീ അവളോട് സംസാരിക്കാൻ ചെല്ലുമ്പോ അവിടെ എല്ലാരും ഉള്ള സമയത്തല്ലേ പോണ്ടത്. സംഭവം അതൊന്നും അല്ല. അവിടെ ആരും ഇല്ലാന്ന് കരുതി നീ എന്തോ പറയോ പ്രവർത്തിക്കുകയോ ചെയ്തു. അതവിടെ ഉണ്ടായിരുന്ന അനൂപ് അറിയുകയും ചെയ്തു. അതല്ലേ സത്യം? അതിനെന്നെ തല്ലിയത് അവളുടെ ഏട്ടൻ അനൂപ് അല്ലല്ലോ, ഏ? വേറൊരുത്തനാ. അവൻ എന്തൊക്കെയോ പറയുകയും ചെയ്തു. പകുതി ബോധത്തിലും അപ്രതീക്ഷിത അടിയിലും ഞാനൊന്നും കേട്ടില്ല. എന്തോ നട്ടിലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ദേ, ഇവനാണോ നിന്നെ തല്ലിയാൻ നോക്കി? അപ്പ് ഇവനാ മേഡം എന്നെ തല്ലിയത്. ഇവനെ മേഡത്തിന് എങ്ങനെ അറിയാം? ഞങ്ങള് തമ്മി ചെറിയൊരു ബന്ധമുണ്ട്. ഇവനെ എന്റെ ഭർത്താവിന്റെ അനിയനാ. പേര് പറഞ്ഞ നീയും അറിയും, സന്ദീപ്. ആതിരെ സ്നേഹിക്കുന്ന, അനഘയെ അവഗണിക്കുന്ന അതേ സന്ദീപ്. അപ്പൊ അത് ശരി, ആതിര സന്ദീപ് പ്രണയം വൃന്ദാവനം വീടിന്റെ അന്തപ്പുരം വരെ എത്തിയല്ലേ? എന്റെ പുറം നൊന്തതിന് ഞാൻ പകരം വീട്ടു മേഡം. അതിന് മേഡത്തിന് എന്നോട് ദേഷ്യം തോന്നരുത്. ദേഹം നോവിച്ചത് സന്ദീപും ദേഹം നൊന്തത് നിന്റെ ആയതുകൊണ്ട് എനിക്കതിൽ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ നീ പകരം വീട്ടേണ്ടത് സന്ദീപിനോടല്ല, അവനെ കിടപ്പറ വരെ എത്തിച്ച ആതിരയോടാ. നിന്റെ ശരീരം വേദനിച്ചെങ്കിൽ അവളുടെ മനസ്സ് വേദനിക്കണം. ആ വേദനയിൽ ചുട്ടുപൊള്ളി നിൽക്കുമ്പോ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുകയും വേണം. ആ താലി മുറുകുന്നത് അവളുടെ നരക ജീവിതത്തിലേക്കാവണം. ഇപ്പൊ നിന്നോട് ചെയ്തതിനൊക്കെ നീ പകരം ചോദിക്കണം. അവസാനം ഒറ്റ ചവിട്ടിന്റെ കയ്യബദ്ധത്തില് അവള് പെടഞ്ഞു മരിക്കണം. അതാണ് എന്റെ അനിയത്തിയുടെ കണ്ണീരിന് പകരമായി ഈ അവന്തിക ചേച്ചി അർച്ചന ചേച്ചിക്ക് കൊടുക്കുന്ന പാരിതോഷികം. ആ പാരിതോഷികം കൈപ്പറ്റാൻ അർച്ചനയ്ക്ക് ചിലപ്പോ ജീവൻ ഉണ്ടായില്ലെന്ന് വരും. ദയാനന്ദ മാഷിനും കമലയ്ക്കും അനൂപ് എന്ന ഒരു മോൻ മതി. എന്നോടും എന്റെ അനഘയോടും മത്സരിച്ചതിന് 2 പെൺമക്കളുടെയും ജീവൻ ഇങ്ങെടുക്കും ഈ അവന്തിക. ആ, നീ ഓഫീസിലേക്കാണോ? അതെ അച്ഛാ, ഞാനിന്ന് ഇറങ്ങാം. അച്ഛാ, ഞാനൊന്ന് പുറത്തുപോയി വന്ന ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോവാം. ശരി. അവന്തികേ, നീ എന്താ സച്ചി അർച്ചന ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള പിണക്കം മാറിയില്ല ഇതുവരെ? എനിക്ക് പിണക്കമൊന്നുമില്ല അച്ഛാ. ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ സച്ചിയുടെ നാവിൽ നിന്ന് വന്നപ്പോ എനിക്കൊരു മനപ്രയാസം. സച്ചി ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല ഞാൻ. എന്താണ് നടന്നതെന്നും സത്യാവസ്ഥയെക്കുറിച്ചും സച്ചി ഇന്നലെ രാത്രി തന്നെ എന്നോട് പറഞ്ഞിരുന്നു. തെറ്റിദ്ധാരണകളാണല്ലോ ചിലപ്പോഴൊക്കെ മനുഷ്യരെ തമ്മിൽ പിരിക്കുന്നത്. ഏടത്തിയോട് എനിക്കൊരു ദേഷ്യം പിണക്കമില്ലച്ചാ. ഇന്നലെ എന്നെ കൂടുതൽ ഒറ്റപ്പെടുത്തിയപ്പോൾ ഞാനല്പം നിലവിട്ട് പെരുമാറിപ്പോയെന്നേ ഉള്ളൂ. ഏട്ടത്തിക്കത് വിഷമമായെങ്കിൽ
ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ അവിടെ പ്രശ്നം? എന്താ അവന്തിക, സച്ചി മാപ്പ് പറയണമെന്നുണ്ടോ? ഏയ് വേണ്ടച്ചാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛൻ ഇന്നലെ എന്നെ കുറ്റപ്പെടുത്തുകയും വഴക്കുറയും ചെയ്തപ്പോ നിരപരാധിയായി എനിക്കത് സഹിച്ചില്ല. അതാ സച്ചിയെ ഞാനും ചിലത് പറഞ്ഞത്. ഇനി ആ വിഷയത്തിലൊരു സംസാരം വേണ്ട. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനിരിക്കുമായിരുന്നു. ഈ വർഷത്തെ ബിസിനസ് കോൺഫറൻസിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? വന്നച്ചാ, ഡൽഹി വെച്ചാ മെയിൽ വന്നിരുന്നു. പിന്നെ അവർ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പൊ എല്ലാ വർഷത്തെയും പോലെ നീയും അവന്തികയും തന്നെ പോയാൽ മതി. സച്ചി ഇപ്പോഴേ അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. ഞാൻ അവസാനം ഒന്ന് ഫൈനലൈസ് ചെയ്താൽ മതിയല്ലോ. അച്ഛനോടും ഏട്ടത്തിയോടും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ കോൺഫറൻസിന് ഏട്ടത്തി വരണ്ട. ഞാൻ ഈ കാര്യം പറയാനിരിക്കായിരുന്നു. ഞാൻ നിന്നോടൊപ്പം വരുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഈ വർഷം സച്ചിയും വൈസ് പ്രസിഡന്റും പോയാൽ മതി. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. എങ്കിലങ്ങനെ ആവട്ടെ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടച്ചാ. ഇതെനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്നൊരു മീറ്റിംഗാ. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് ആരും എന്നോടൊപ്പം വരണമെന്നില്ല. പിന്നെ നീ ഒറ്റയ്ക്കാണോ പോകാൻ പോകുന്നത്? അല്ല, ഞാനും അർച്ചനയും കൂടിയേ പോകുന്നേ. ഈ കോൺഫറൻസിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ അർച്ചന മതി. ഇത് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് അല്ലേ. അപ്പോൾ എന്നോടൊപ്പം ആര് വരണമെന്നുള്ളതും എൻ്റെ തീരുമാനമല്ലേ. സച്ചി, ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. നമ്മുടെ തന്നെ പല ബ്രാഞ്ചുകളിലെയും മറ്റു പല കമ്പനികളുടെയും മാനേജിംഗ് ഡയറക്ടേഴ്സും ബിസിനസ് മാഗ്നറ്റ്സും ഒക്കെ വരുന്നൊരു കോൺഫറൻസ് ആയത്. ഞാൻ അർച്ചനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയാണെന്ന് തോന്നരുത്. അങ്ങനെ ഒരു കോൺഫറൻസിൽ ഒരു പരിചയമില്ലാത്ത അർച്ചനെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അർച്ചനയ്ക്കൊരു ലാപ്ടോപ്പ് ഓണാക്കാൻ പോലും അറിയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാൻ നീയായിട്ടൊരവസരം ഉണ്ടാക്കരുത്. അത് നിന്നെ മാത്രമല്ല, നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കൂടെ ബാധിക്കും. ഞാൻ പറഞ്ഞല്ലോ എടുത്തി, ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ മാത്രം മതി. അർച്ചന എന്നോടൊപ്പം വെറുതെ വരുന്നതാ. അർച്ചനയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കട്ടെ. നാളെ ഒരു സമയത്ത് അർച്ചന നോക്കിക്കൊള്ളൂല്ലോ എല്ലാം. എന്താച്ചാ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? 100%. അർച്ചനയും കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. എന്നിട്ട് എപ്പോഴെങ്കിലും താല്പര്യം തോന്നിയാൽ അവളും ബിസിനസ് ചെയ്യട്ടെ. സച്ചി, നീ എടുത്ത ഈ തീരുമാനം നന്നായി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നീ അർച്ചനയും കൊണ്ട് ഇതുവരെ ഒരിടത്തും പോയില്ലല്ലോ. ആദ്യ യാത്ര ഇത് തന്നെ ആവട്ടെ, അല്ലേ അവന്തികെ? എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പൊ പിന്നെ യാത്രയുടെ ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. കേട്ടോ അർച്ചന മോളെ? എന്നാ നീ താമസിക്കണ്ട, ഓഫീസിലേക്കല്ല. ശരി അച്ഛാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ എടുത്തി. നിന്റെ തലേണ മന്ത്രം ഏറ്റല്ലേ? അങ്ങനെ അധികം സന്തോഷിക്കണ്ട നീ. സത്യം പറഞ്ഞാ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. സച്ചേട്ടൻ ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇപ്പോഴും സച്ചേട്ടൻ്റെ കൂടെ പോകാമെന്നൊരാഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കോൺഫറൻസിൽ ഞാൻ പങ്കെടുത്ത ആകാശം ഇടിഞ്ഞു വീഴുന്ന പോലത്തെ നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ എനിക്കും തോന്നുന്നു അതിൽ പങ്കെടുക്കണമെന്ന്. ഞാൻ നിങ്ങളുടെ ഒപ്പം എത്തുമെന്നുള്ള പേടിയല്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഒപ്പമല്ല, നിങ്ങളെക്കാളും മുകളിൽ നിൽക്കണം എനിക്ക്. അത് ജീവിതത്തിലായാലും ഇനി ബിസിനസ്സിലായാലും.